നിങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ പച്ചയാപ്പിൾ വെച്ചിട്ട് ഒരു മോര് കറി വെച്ചതാണ്. ഭയങ്കര സിമ്പിളാട്ടോ ഇത് വെക്കാനായിട്ട്. ഇത് ഒരു 3 പച്ചയാപ്പിൾ നല്ലോണം നോക്കി അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്തുവാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സാധാരണ പോലെ തന്നെ അതേ ചട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സവാള അരിഞ്ഞത് എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സവാള, പച്ചമുളക് ഇത്ര ഇട്ടു. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പില ഫ്രോസനാണ്, പക്ഷേ ഫ്രീസറിൽ നിന്ന് എടുത്തിടുമ്പോൾ തന്നെ നല്ല കളറിൽ തന്നെ കിട്ടും. അതൊന്ന് നല്ലോണം വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ വെച്ചിരുന്ന ഈ ആപ്പിൾ അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കും. അപ്പോൾ ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. എന്നിട്ട് ആ പാത്രത്തിൽ വെച്ചിരുന്ന ആ പാത്രം തന്നെ ഒന്ന് കഴുകിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റിൻസ് ചെയ്തിട്ട് ആ വെള്ളം തന്നെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ച് ആ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആപ്പിൾ പാകത്തിന് വെന്തിട്ടും. അങ്ങനെ വെന്ത ആപ്പിളിലോട്ട് പിന്നെ തൈരാട്ടോ. ഞാനിവിടെ നല്ല കട്ട തൈര്, അതായത് ഇവിടെ കിട്ടുന്ന ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ തൈര് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഉടച്ചിട്ടാണ് ഒഴിക്കണത്. എന്നിട്ട് നല്ല കട്ടിയായിരുന്നേ. അങ്ങനെ ഉടച്ച് അത് ചെറു തീയിൽ വെച്ചിട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കി തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോവും. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളവർക്കാട്ടോ അത്രയും നല്ലോണമൊക്കെ തിളപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അധികം ഒന്നും തിളപ്പിക്കാറില്ല, കാരണം ഇത് ഒത്തിരി നാളൊന്നും ഇരിക്കില്ലല്ലോ, 1-2 ദിവസം കൊണ്ട് തീരും. അങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അങ്ങനെ കറി റെഡിയാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഒരു ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ സുഭിക്ഷമായി